നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് ഫ്രൈഡേ ലൈവ് പ്ലസ് എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ യൂഷ്വൽ വീഡിയോ അല്ലേ. ഇത് ഇന്നലെ സായിയുടെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ വേറൊരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, മിക്സ്ഡ് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി റിപ്ലൈ മെസ്സേജസിനൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലേ, നമ്മുടെ ആൽബി ചേട്ടൻ്റെ മുഖം മൂടിയിട്ടുള്ള ഓടി വരവും സത്യം. ഇത് ഞാൻ വേറൊരു സംഗതി പറയട്ടെ. ഞാൻ ഇന്നത്തെ അല്ല കേട്ടോ, ഇന്നലെ ഞാൻ ഈ ഒരു പ്രൊമോ കണ്ടല്ലോ. ഈ പ്രൊമോ കണ്ടപ്പോൾ ഈ ആൽബി ഓടി വരികയാണെന്ന് അങ്ങനത്തെ ഒന്നും എൻ്റെ മനസ്സിൽ ഓടിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇവർ ഏതോ ഒരു സമയത്ത് ഓഫീസിലിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ ഈ ഒരു പ്രൊമോ കണ്ടിട്ടോ. അപ്പോൾ ഈ ഓടി വരവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ അറിയോ, സുരേഷ് ഓടി വരികയാണ്. സുരേഷ് ഏട്ടല്ലേ, സുരേഷ് ഏട്ടനല്ല, പിന്നെ സുരേഷ് ഇല്ലേ ആ ഭ്രമര സിനിമയിൽ ഔട്ടായി പോയില്ലേ മുട്ട. ഈ മുട്ട എന്തിനാ ഓടി വരിക? അതിൻ്റെ പിന്നാലെ ഞാൻ മാത്രം അതിൻ്റെ പിന്നാലെ ഗബ്രി ഓടി വരികയെന്ന് വിചാരിച്ചു. ഇവർ രണ്ടാളും കൂടെ എന്തിനാ ഓടി വരുന്നത്? വോട്ടെവർ. ആ പ്രൊമോൻ്റെ അടിയിൽ എഴുതിയിരിക്കുക കംപ്ലീറ്റതാണ്. ഗബ്രി എന്തിനാ അപ്സരേൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു, അല്ല ഗബ്രി എന്തിനാ ഓടുന്നുള്ള കമൻറ്റാണ് വന്നിരിക്കുന്നത്. ഉറക്കം വരുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഇത് വന്നത്തെ വിശേഷങ്ങളൊക്കെ പറയും. ഇന്ന് രാവിലെ തന്നെ എന്താ പറയാ, നമ്മൾ അപ്സരയ്ക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ ദിവസവും ഓരോരുത്തർക്ക് ഓരോ ടാസ്ക് കൊടുക്കാറുണ്ട്. ഇപ്പം അന്യൻ, റമോ, അമ്പി ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട്. അത് കുഴപ്പമില്ലായിരുന്നു, അത്രയുള്ളൂ. ബോറായിരുന്നു, എനിക്ക് അത്ര ഇഷ്ടമില്ല, കുഴപ്പമില്ല. പിന്നെ എന്താ പറയാ, പിന്നെ ജാസ്മിൻ ഇന്നലെ പറഞ്ഞുണ്ടാക്കിയില്ലേ, യൂട്യൂബേഴ്സ് മൊത്തം ഉണ്ടാക്കിയില്ലേ ഒരു സംഭവം. അടിച്ചു, ജാസ്മിൻ പാത്രം എടുത്ത് അടിച്ചു, എന്തൊക്കെയോ ചെയ്തു. ജാസ്മിൻ എന്നിട്ട് പുറത്താക്കിയിട്ടില്ല. ജാസ്മിൻ ഇപ്പോഴും ഉള്ളിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഒന്നുമില്ല, ഒരു കുഞ്ഞടിയായിരുന്നു. അത് അടികൂടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് അവരെന്നെ നിർത്തി. ഞാൻ ആ സമയത്ത് ഓഫീസിലായിരുന്നു, ഇല്ലെങ്കിൽ ഞാനും ആ ഒരു ഫേക്ക് ന്യൂസിൽ പങ്കുചേരാമായിരുന്നു. അതെ, അയ്യോ കഷ്ടമായിരുന്നു. ഒന്നുമില്ല. എന്ത് റീസൺ എന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞു, നല്ലൊരു ഈ ടേംസിലായിരുന്നു രണ്ടുപേരും. ഒരാൾ പറഞ്ഞു, ഞാൻ അറ്റ്ലീസ്റ്റ് നിനക്ക്, അപ്സര പറഞ്ഞു അറ്റ്ലീസ്റ്റ് നിനക്ക് അടി കൂടുന്ന സമയത്തും എന്തൊരു നിന്റെ ഭാഗം നിൽക്കാൻ ആരെങ്കിലും ഉണ്ടാവാറുണ്ടല്ലോ. ഞാനിവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം എനിക്കുണ്ടെങ്കിൽ ആരും എൻ്റെ കൂടെ നിൽക്കാറില്ല. ഈ ഒരു സംഭവം അപ്സര പറഞ്ഞു. ഇതിനെ ചൊല്ലി ജാസ്മിൻ ചോദിച്ചു, അപ്സര ചേച്ചി അങ്ങനെ പറയാൻ പറ്റുക, അങ്ങനെ ആയില്ലേ ഇങ്ങനെ ആയില്ലേ പറഞ്ഞ പറ്റി രണ്ടെണ്ണം സംസാരിച്ചു കഴിഞ്ഞാൽ നിർത്തൂല. ഇവര് രണ്ടും കോർണറിങ്ങിന്റെ ആൾക്കാരായതുകൊണ്ടേ അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ കോർണർ ചെയ്യപ്പെടുമ്പോൾ ആരും ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. അതെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ ഉള്ള ഒരു വലിയ മൈൻഡ് ഒന്നും വെച്ചില്ല. റസ്മി മാത്രം എന്റെ ഇടയിൽ പറയല്ലോ, നിർത്ത് പറഞ്ഞല്ലോ, ബാക്കി ആരും വലിയ മൈൻഡ് ഒന്നും വെച്ചില്ല. പിന്നെ ഗെയിം ഉണ്ടായിരുന്നു. ഗെയിമിലുണ്ടായിരുന്നു അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. സിജോ കാലുമ ചവിട്ടിയ റൂളൊക്കെ അത് അവർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കണമല്ലത്. അല്ല, അത് സിജോ റൂള് തെറ്റാ. അല്ല, സിജോ ചെയ്ത് തെറ്റാ അറിയില്ല. പക്ഷെ അവർക്ക് തന്നെ അതറിയാം. അവര് വെറുതെ അവർക്കും അങ്ങനെ ഫൈറ്റ് ചെയ്ത് നോക്കാലോ, കിട്ടിയ രീതിയിൽ ഫൈറ്റ് ചെയ്ത് നോക്കിയതായിരിക്കും. അത് അങ്ങനെ ചവിട്ടാൻ പാടില്ലായിരുന്നു. നേരെ ആ പുല്ലിൽ തന്നെ ചവിട്ടണമായിരുന്നു. ശരിയാ. അപ്പൊ ആ ഗെയിമും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷെ ആ ഗെയിമിൽ ആദ്യം പോകുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വഴക്കുണ്ടായിരുന്നു. എന്നിട്ടാണ് പിന്നെ ജാസ്മിന്റെ ടീമിന് പോവാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നിട്ട് അങ്ങനെ അവർ ലാസ്റ്റാ പോയത്. പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല. പീപ്പിൾ അല്ലേ, ഡെന്നിനും ടണലും കൂടി പോയിന്റ് ഷെയർ ചെയ്തു. അവർക്ക് രണ്ടുപേർക്കും കിട്ടി. അതങ്ങനെ നല്ലൊരു ഗെയിമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴും ഫ്രണ്ടിൽ നിൽക്കുന്നത് മറ്റവർ തന്നെയാണ്. ആര്? നെസ്റ്റ് തന്നെയാ. ജാസ്മിന്റെ കൂടെ ആരൊക്കെയായിരുന്നു ഇപ്പോൾ? ജാസ്മിൻ, അഭിഷേക്, അർജുൻ, ഋഷി. നല്ല സ്ട്രോങ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് എനിക്കതൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അതെ, ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മുടെ ആൽബി ചേട്ടൻ വന്നത്. ആൽബി ചേട്ടനല്ല, ആദ്യം അമ്മ വന്നു. അമ്മ വന്നപ്പോൾ ഇപ്രാവശ്യം ഒരു സംഭവം ഉണ്ടായിട്ടോ. അമ്മ ഫസ്റ്റ് തന്നെ അഭിഷേകിനെ മൈൻഡ് ചെയ്തു. അഭിഷേകിന്റെ അടുത്ത് പോയിട്ട് അമ്മ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടു. അഭിഷേകിനെ ഒരുപാട് മൈൻഡ് ആ തുടക്കത്തില്. പക്ഷെ അമ്മ മൈൻഡ് ചെയ്ത് നന്നായി, സന്തോഷമായിട്ടുണ്ടാവും അഭിഷേകിന്. പക്ഷെ അപ്പൊ അഭിഷേകിന് മനസ്സിലായി പുറത്ത് മറ്റേ ലെറ്റർ വായിച്ചതൊക്കെ വൈറലായിട്ടുണ്ടാവും, അത് കുറച്ച് ഇതായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അഭിഷേക് ഋഷിനോട് പറയുന്നുണ്ട്. കാരണം അമ്മ പറയുന്നുണ്ട്, അമ്മ വന്നു കേട്ടോ, അമ്മ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അമ്മ നിഷ്കളങ്കതയോണ്ട് അതല്ല, അതങ്ങനെ. പിന്നെ ഇവര് വരുന്ന അമ്മമാരൊക്കെ എല്ലാരോടും നന്നായിട്ട് പെരുമാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലോണം ബിഗ് ബോസ് പറയുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചും ജാസ്മിനോട് എല്ലാ അമ്മമാരും, അതെന്താന്ന് അറിയില്ല, വരുന്ന എല്ലാ അമ്മമാരും
ജാസ്മിന് ഒരു പ്രത്യേക കെയർ കൊടുക്കുന്നുണ്ട്, പ്രത്യേകമായിട്ട് ഉമ്മ കൊടുക്കുന്നുണ്ട്. മോളെ വാ, എന്നിട്ട് അപ്സരയുടെ അമ്മയ്ക്ക് അവിടെ ഇരിക്കുന്ന ജാസ്മിനെ പിടിച്ച് അടുത്ത് കൊണ്ടിരുത്തി അങ്ങനെ കെയർ ചെയ്യുന്നുണ്ട് എല്ലാ അമ്മമാരും. അൻസിബയുടെ അമ്മ തൊട്ടിട്ട് അങ്ങോട്ട് തുടങ്ങിയതാ. അതെനിക്ക് എന്തെങ്കിലും ഇനിയിപ്പോൾ ജാസ്മിന് പുറത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് അവിടെ പോയി ചെന്ന് കാണിക്കരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊണ്ടാണോ, ഫേവറേറ്റ്സ് ആണോ എന്നൊന്നും അറിയില്ല. എന്തായാലും എല്ലാവരും ജാസ്മിന് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. അത് പിന്നെ ആൽബി ചേട്ടൻ കളാനായിട്ടോട് അപ്സര ഭയങ്കര ആഴ്ചയിലായിരുന്നില്ലേ, നിങ്ങൾ കണ്ടില്ല? അത് കുട്ടിയുടെ കണ്ടോ? ആൽബി ചേട്ടന് വന്നില്ല, വേറെന്തോ പ്രശ്നമുണ്ട് പറഞ്ഞിരിക്കും. ശരിക്കും സങ്കടം വരും ചെയ്യും, കാരണം ഒരു ദിവസം ലീവ് എടുത്ത് വരാൻ വയ്യേ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ശരിക്കും ഞാൻ എൻ്റെ ഒരു കാര്യം തുറന്നു പറയട്ടെ, എനിക്ക് ഈ അപ്സരയുടെ എല്ലാ ഒരു ഇഷ്ടമല്ല. അല്ല അതൊക്കെ ആത്മാർത്ഥമായിരുന്നു, എനിക്ക് ഇഷ്ടമായിട്ടൊന്നുമല്ല, പക്ഷെ അതൊക്കെ ആത്മാർത്ഥമായിരുന്നു. എന്താ അറിയില്ല. ഇന്ന് ആൽബി ചേട്ടൻ അപ്സരയ്ക്ക് ഒരു കാര്യം കൊടുക്കണ്ടായിരുന്നു. ലാലേട്ടൻ്റെ എപ്പിസോഡിലും അല്ലാത്ത സമയത്തൊക്കെ നീ ഇങ്ങനെ ലാലേട്ടൻ്റെ എപ്പിസോഡിലൊക്കെ പ്രത്യേകിച്ചും കാല് കയറ്റി ഇങ്ങനെ ഇരിക്കില്ലേ, അത് ചെയ്യരുത്, അതൊരു അഹങ്കാരിയായിട്ടാ തോന്നും ആൾക്കാർക്ക്. നിനക്ക് ഡിസ്കിന് പ്രോബ്ലം, വേദന ഉണ്ട്, ഊരവേദന ഉണ്ട് എന്നുള്ളതൊന്നും ആർക്കും മനസ്സിലാവില്ല. അല്ലെങ്കിൽ പിന്നെ അത് മനസ്സിലാക്കാൻ കഴിയണം. അല്ല അവർക്ക് കംഫർട്ട് അല്ലാത്തതുകൊണ്ട് ഡിസ്ക് അല്ല ഊരയ്ക്ക് എന്തെങ്കിലും വേദന ഉണ്ടാവും. അതൊക്കെ ഇതിനെ കുട്ടിയോട് ഇങ്ങനെ ന്യായീകരിച്ചിരിക്കുന്നത് നമ്മളെ ക്രൂക്കഡ് മൈൻഡ് ആയതുകൊണ്ട് നമ്മളൊരു കുറച്ച് വളഞ്ഞ വഴി ചിന്തിക്കുന്ന ആളാണ്. ശരിക്കും ലൈഫിൽ വളഞ്ഞ വഴി ചിന്തിക്കുന്ന ഞാനല്ലേ? ശരിക്കും ലൈഫിൽ വളഞ്ഞ വഴി ഇവളോട് ക്യാമറ ഓൺ ചെയ്താൽ വളഞ്ഞത് ഞാനും, ഈ യൂട്യൂബിൽ വളഞ്ഞ വഴി ചിന്തിക്കുന്നത്. പക്ഷേ സ്ട്രെയിറ്റ് നമ്മൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഞാൻ പച്ചയ സാധുവായൊരു മനുഷ്യനാണ്, നേരെ പോ മാത്രമുള്ള ആളാണ്. എനിക്ക് അങ്ങനെ വേറെ ഒന്നും ഇല്ല. പക്ഷേ ലൈഫിൽ ഇവിടെ നേരെ തിരിച്ചാണ്. കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടോ ഇതോ? പോട്ടെ, അടുത്ത പറയട്ടെ. ആ ഡോക്ടറെ ചങ്ങനെ തിരിച്ചു വിടാണ്ട് അവര് പിടിച്ചിരുത്തിയില്ലേ? അതവര് പുറകെ ഓടിയതാ. പിന്നെ ആൽബി ചേട്ടൻ ഭയങ്കര ആക്റ്റീവായിരുന്നു, നല്ലോണം ആൾക്കാരോടൊക്കെ മിങ്കിൾ ചെയ്തു, നന്നായി സംസാരിച്ചു, എല്ലാവരും ജോളിയായി, എല്ലാവരും നന്നായി ചിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ആൾ അടിപൊളിയാണ്. അയാൾ ശരിക്കും ഒരു ബിഗ് ബോസിൽ വരാൻ പറ്റുന്ന ഒരാളാണ്. അയാൾ മെറ്റീരിയലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുണ്ടല്ലോ ഓരോന്ന് പറയുമ്പോഴും ഓരോരുത്തർക്ക് ഇട്ട് ഓരോ വെപ്പൊക്കെ വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിൻ ഇട്ട് വെച്ചു. തുടക്കത്തിൽ വന്നപ്പോൾ ചോദിക്കാനേ കുട്ടിയുടെ കണ്ടോ തുടക്കത്തിൽ വന്നപ്പോൾ ചോദിക്കാന് ഈ വാഴത്തോപ്പില്ലേ, ആ വാഴത്തോട്ടത്തിന്റെ സ്ഥലം എനിക്കൊന്നും പറയാൻ ശരിക്കും പറ്റുന്നില്ല. അവിടെ ഇപ്പൊ ഫ്രീ ആയില്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ ഫ്രീ ആയിട്ടേ ഉള്ളൂല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇട്ടിട്ട് ചെറിയൊരു ആക്കല് പോലെയും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആൾ അടിപൊളിയാട്ടോ, ആൽബി ചേട്ടൻ അടിപൊളിയായിരുന്നു. പിന്നെ അതന്നെ, പിന്നെ നമ്മുടെ സായിയുടെ വൈഫ് വന്നത് നമ്മൾ ഫുള്ള് നമ്മളൊരുവിധം പക്ഷെ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞത് കേട്ടോ, കാര്യമായിട്ട് പെറ്റ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ സായിയുടെ അച്ഛൻ വെക്കാൻ നേരത്തെ എന്തോ ഒരു സംഗതി പിന്നെയാണ് ഞാൻ ഇപ്പോൾ രണ്ടാമത് എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് കണ്ടപ്പോഴാണ് കണ്ടത്. എന്തോ ഒരു സംഭവം മൂപ്പർ പറഞ്ഞു കേട്ടോ, വെക്കാനുള്ള ആവശ്യത്തിന്. അല്ല അച്ഛനായിട്ട് ഞാൻ അടുത്തേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർ പറഞ്ഞിട്ടില്ലേ, പിന്നെ അത് ഞാനെന്നും നിങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റി തരാനുള്ള ഒരാളായിരുന്നു. എനിക്ക് ചെറിയൊരു വിഷമം തോന്നിയിട്ടുണ്ട്. അതെ, ഞാൻ അച്ഛൻ എല്ലാം നിറവേറ്റി തന്നു. സത്യല്ലേ, അവൻ പഠിക്കാൻ പോയതും എല്ലാം അച്ഛന്റെ പൈസ കൊണ്ടായിരിക്കില്ലേ? അതായിരിക്കും അത് ഭയങ്കര എല്ലാ മക്കളെയും കാര്യം അത് തന്നെയാണ്. നമ്മള് മനസ്സിലാവില്ല എന്ന് മാത്രം. പക്ഷെ അച്ഛന്മാര് ചെയ്യുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും വലിയ സംഭവമായിട്ട് എടുക്കുക. അത് അച്ഛന്മാരെപ്പോഴും ഒരു കുടുംബത്തിന്റെ കാര്യമൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞിരുന്നത്. ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്. ഞാനൊരു അച്ഛനാണേ. പിന്നെ സ്നേഹി അതെ നല്ല രസമായിട്ട് എല്ലാവരോടും ബിഹേവ് ചെയ്തു. പിന്നെ വരുന്നവരൊക്കെ നല്ല നന്നായിട്ടാട്ടോ എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നത്. അവരെ പുറത്ത് വിടാനായ സമയത്ത് കുറച്ചേരും കൂടി ഇരുത്തിയിട്ട് പിന്നെ ഒരു ടാസ്ക് കഴിഞ്ഞിട്ടാണ് വിട്ടത്. ആ ടാസ്ക് ഫൺ ടാസ്ക് ആയിരുന്നു, പക്ഷെ അത് രസമുണ്ടായിരുന്നു. പിന്നെ നാളത്തെ പ്രൊമോന്റെ കാര്യം പറയാം നമുക്ക്, അവസാനിപ്പിക്കാം. അധികമൊന്നും ഇല്ലല്ലോ പറയാൻ. ചെറുതായിട്ടതല്ല, എനിക്ക് മനസ്സിൽ എവിടെയോ ഒരു ഭയങ്കര വന്നു. അത് സിജോന്റെ അമ്മ വിളിക്കുന്നതേ മോനെ. ശരിക്കും ഇതോ സിജോന്റെ അമ്മേനോട് ഒരു കാണിച്ചൊരു അനീതിയല്ലേ? എന്താ? അല്ല, ഞാൻ ചോദിക്കണം എന്താ അറിയോ, യഥാർത്ഥത്തിൽ സിജോക്ക് ഇത്ര അധികം അപകടം പറ്റി, സിജോ എത്ര ദിവസം ആശുപത്രി കിടന്ന സ്ഥിതിക്ക് ഇത്രയും ദിവസം ആ അമ്മേനെ മകനെ കാണിച്ചു കൊടുക്കാൻ ഞാൻ വളരെ കഷ്ടമല്ലേ ഇതോ കുട്ടേട്ടാ? അത് അനീതിന്ന് കുട്ടേട്ടൻ പറയുന്നു. ബിഗ് ബോസ് ഇത്രയും പരിക്ക് പറ്റിയ ഒരാളെ അത്രയും ദിവസം അവിടെ അവർ ടേക്ക് കെയർ ചെയ്ത് നോക്കി
ഇവരെ കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ, ഇവിടെ നിൽക്കണ പോലെ തന്നെ. എന്നിട്ട് തിരിച്ച് ഇതിനുള്ളിൽ കയറ്റിയില്ലേ? വേണമെങ്കിൽ എന്തേലും പറ്റി പറഞ്ഞിട്ട് ഇനി ഒഴിവാക്കല്ലേ ചെയ്യാ. സിബിനെ ഒഴിവാക്കി അതെല്ലാം ചോദിക്കണം. അമ്മേനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചത് അല്ല, അത് ചോദിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടാവും. ബിഗ് ബോസ് സിജോനോട് ചെയ്തത് എനിക്ക് തോന്നുന്നത് നല്ല കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ദിവസം അവിടെ നിർത്തി നോക്കി, നന്നായിട്ട് കെയർ ചെയ്ത് അത് മാറ്റി ഇതിലേക്ക് കയറ്റി. ഫോണിൽ സംസാരിക്കാനൊക്കെ ഹോട്ട്സ്റ്റാറിനും ബിഗ് ബോസിന്റെ ആളവള്. ഞാൻ എപ്പോഴും നമ്മൾ അനീതി കണ്ടാൽ പ്രതികരിക്കുന്നുള്ള എനിക്കതൊരു അനീതിയായിട്ട് തോന്നി. എന്തൊക്കെ തോന്നിക്കൂടെ അനീതി? ഇത് അല്ല തോന്നുന്ന അത് എനിക്കങ്ങനെ തോന്നിപ്പോയി. അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് എത്ര അധികം വിഷമാക്കിയിട്ട് ആ വിഷമം വിറ്റ് കാശാക്കി അവര്. ആകോട്ടെ, വേറെ ചുമക്കാൻ പാടില്ല എന്ന് ആരോ ഒരാള് പറഞ്ഞു. ക്ഷമിക്കണം, ഒരു മെസ്സേജ് വന്നു. ആരാണ് ആ മെസ്സേജ് അയച്ചത്? ശാലിനിയാണോ സംശയമുണ്ട്? ശാലിനി എൻ്റെ കൂട്ടുകാരി ചുമക്കാൻ പാടില്ല എന്ന് ദേവി എന്നോട് പറഞ്ഞു. എന്തർത്ഥത്തിലാ പറഞ്ഞത് എനിക്കറിയില്ല. അല്ല, എന്തർത്ഥത്തിൽ സത്യത്തിൽ ഫീവർ വന്നതിന് ശേഷം സഹോദരി എന്തർത്ഥത്തിലാ പറഞ്ഞത് എനിക്കറിയില്ല. ഡിസ്റ്റർബൻസ് ആയിരിക്കാം. പക്ഷെ നമ്മൾ ഞാൻ കുറെ പിടിച്ചേക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിലേറെ വൾഗറായിട്ടാണ് ഞാൻ ചുമക്കുന്നത്. യഥാർത്ഥത്തിൽ എൻ്റെ ചുമ നിങ്ങളാരും സത്യത്തിലാരും എൻ്റെ ചുമ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ മറുപടി നിസ്യാൻഡി പറഞ്ഞു കേട്ടോ. നിസ്യാൻഡി നമ്മളൊരു സൂപ്പർ സബ്സ്ക്രൈബറാണ്, ബാംഗ്ലൂരുള്ള. ഞാൻ സിക്കാണെന്ന് പറഞ്ഞു. ശരി, താങ്ക് യു നിസ്യാൻഡി കേട്ടോ. അപ്പോൾ പിന്നെ അപ്പം എന്താ, അപ്പോൾ ചുമക്കാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കണേ. പിന്നെ കട്ട് ചെയ്തിട്ട് എത്ര മനുഷ്യൻ കട്ട് ചെയ്യുക? കുറേ കട്ട് ചെയ്തുകൊണ്ടിരിക്കണേ. കട്ട് ചെയ്ത് 2.5 മിനിറ്റ് ചുമ മാത്രം കട്ട് ചെയ്ത് കളയുന്നുണ്ട് അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ ഇത്, പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. അപ്പോൾ അതന്നെയാണ് സ്ഥിതി. ഇനിയിപ്പോൾ നാളത്തെ ദിവസം കഴിഞ്ഞാൽ സൺഡേ, ഈ സൺഡേ ലാലേട്ടൻ്റെ എപ്പിസോഡില്ല, മനസ്സിലായോ? ഈ മൺഡേ ആണ്. അപ്പോൾ സൺഡേ ലൈവ് ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ അന്ന് അതുകൊണ്ടാണ് അന്ന് കട്ട് ചെയ്യണം, തുമ്മലും കട്ട് ചെയ്യണം. തുമ്മലും ചുമ അതൊക്കെ കട്ട് ചെയ്യും ഞങ്ങൾ. സോറി, കട്ടിട്ട് ഞാൻ അവിടെ എഡിറ്റിങ്. അപ്പോൾ ചുമ സോറി, അതായത് എന്താ പറയുക. അപ്പോൾ സൺഡേ ജാസ്മിൻ്റെ പേരൻസ് വരുന്നത് ആയതുകൊണ്ടാവും. ജാസ്മിൻ്റെ ഉമ്മ മാത്രമേ വരുള്ളൂ എന്നുള്ള വിവരം കിട്ടിയത്. അങ്ങനെയാണ് വിവരം കിട്ടിയത്. ഇപ്പോൾ സത്യത്തിലുള്ള വിവരമാണോ അതോ എനിക്ക് വല്ലതും തോന്നിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്താ അങ്ങനെയൊക്കെ എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. എനിക്കെന്താ വിവരം കിട്ടും? എല്ലാവർക്കും വിവരം കിട്ടും. സൺഡേ ലൈവിൽ കാണും. കാരണം വെച്ചാൽ സൺഡേ ഡ്രൈ ഡേ, സൺഡേ ബെസ്റ്റ് ഡേ ആണ്. കാരണം എന്താ പറയുക, സൺഡേ ബെസ്റ്റ് ഡേ ആണ്. കാരണം വെച്ചാൽ ജാസ്മിൻ്റെ പേരൻസിനാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ജാസ്മിൻ്റെ അപ്പുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് സൺഡേ എല്ലാവരും വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട്. യെസ്, രണ്ടുപേരുടെ അന്നാണ് വരുന്നത്. കാരണം എന്നാ വേറെ പ്രത്യേകിച്ച് അതെ വാപ്പുണ്ടാവോ അറിയില്ല അല്ലേ? യെസ്, വേറൊന്നുമില്ല. അപ്പോൾ കുറേ നേരമായി വേറൊന്നുമില്ല അറിയണം. ഇനി ശരിക്കും വേറൊന്നുമില്ല. ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യട്ടോ, നമുക്കിങ്ങനെ കൂടാൻ വേണ്ടിയിട്ടേ. വേറൊന്നുമില്ലല്ലോ. ടേക്ക് കെയർ, ബൈ, ഗോഡ് ബ്ലെസ്.